അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസ്ഥലത്തിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ അടുത്ത് വരുന്നു. വിശുദ്ധ ആരാധനയ്ക്കായി ഞങ്ങളെ കൂട്ടിവരുത്തി അവിടുത്തെ എല്ലാ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവസന്നിധാനത്തിൽ കൂട്ടിവരുത്തി ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, പ്രിയക ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ ആശീർവാദം അനുഭവിച്ചറിയുവാൻ ഈ ആരാധന ഞങ്ങളുടെ ഉടലായി തിരുവാൻ കർത്താവിനെയാണ് പാടുവാനും പ്രാർത്ഥിക്കുവാനും കൃപ നൽകിയത് നാട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കണം, നല്ല പ്രബോധനങ്ങൾ എഴുന്നേൽപ്പിക്കണം. അവിടുത്തെ വചനത്തിന്റെ മാറ്റമില്ലാത്ത വെളിപ്പാട് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യയെ ഐക്യമാറാകണമേ. പരിശുദ്ധാത്മാവ് തന്നെ ആദ്യോടെ ഞങ്ങളെ നയിക്കണമേ. മാനവും മഹത്വം കർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. വിശുദ്ധ ആരാധനയ്ക്കായി ദിവസങ്ങളായിരിക്കാൻ കർത്താവ് നമ്മെ ഇന്ന് രാവിലെ കാലം ഇടയാക്കുന്നല്ലോ. പ്രാരംഭത്തിലോ പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഒരു വിശുദ്ധ ദൈവം പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയെങ്കിലും ദൈവം താങ്ങി വഴി നിർത്തുകയാണ്. കരുണയ്ക്ക് ദൈവത്തെ സ്തുതി. പാപത്തിന്റെ അധികതയിൽ ആയിരുന്നു നമ്മെ വിലമുറക്കുവാൻ. നല്ല തിരുമേനി നമുക്ക് വേണ്ടി ആക്കപ്പെട്ടതുകൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ആ സന്തോഷത്തിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ നമുക്ക് നല്ല നാഥനെ പാടി വാഴ്ത്താം. ഈ ലോകത്തിൽ നമുക്ക് പലതും നേടുവാനായിട്ട് കഴിയുമായിരിക്കും. പക്ഷേ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരുന്നു ഒന്നുമില്ല. മൃതം നമ്മെ വിലയ്ക്ക് വാങ്ങിയ നല്ല നാടുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാൻ നമുക്ക് പാടി അവസരപ്പെടുത്താം. എല്ലാവർക്കും കൂടി ചേർന്ന് ദയ ലഭിച്ചോ സ്തുതിച്ചിരുന്നു അതിന് യോഗ്യൻ ക്രിസ്തുവത്തെ എന്നുള്ള കാര്യം പാടുന്നത്. ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്തെ. ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്തെ. അവനെ നാം പുകഴ്ത്തിടാം. അവനെ നാം പുകഴ്ത്തിടാം. ദൈവം തിരുമേനിയാക്കപ്പെട്ടു നിരത്തിയാൽ വാങ്ങിയതാം. തിരുമേനിയാക്കപ്പെട്ടു നിരത്തിയാൽ വാങ്ങിയതാം. ഭാഷകൾ വംശങ്ങൾ ജാതി സർവ്വം ചേർത്തുകൊണ്ട് ഭാഷകൾ വംശങ്ങൾ ജാതി സർവ്വം ചേർത്തുകൊണ്ട് ലഭിച്ചോ സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്തെ. ലഭിച്ചോ സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്തെ. അവനെ നാം പുകഴ്ത്തിടാം. അവനെ നാം പുകഴ്ത്തിടാം. പാദത്തിനടിമലയിൽ നീ അടിയാതെ നീ വിടുവിച്ചു. പാദത്തിനടിമലയിൽ നീ അടിയാതെ
Hallelujah.
ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഹല്ലേലൂയ. ഈ ലോക ജീവിതം നമുക്ക് ഒരു സമാധാനം സന്തോഷം നൽകുന്നതല്ല പലപ്പോഴും. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ മധ്യത്തിൽ ക്രിസ്തീയ പ്രത്യാശയിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവിനെ വരവേറ്റുപടുത്തിരിക്കുന്ന ഒരു കാലങ്ങളിൽ പകൽക്കാലം അവരവനെ നോക്കി പറഞ്ഞുകൊണ്ട് ഒന്നിന്റെ പാടോടെ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സമർപ്പിക്കാം. ഹല്ലേലൂയ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമനാഥം കേൾക്കുന്ന വാർത്തയിൽ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമനാഥം കേൾക്കുന്ന വാർത്തയിൽ Hallelujah.
പിതാവേ നല്ല സമയത്തിനായ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ എല്ലാവരെയും സ്ഥാനത്തിനായി സ്തോത്രം ചെയ്യുന്ന ഈ സ്തോത്രത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ പിന്നെ സ്ഥലത്തിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ഇന്നത്തെ ആരാധന സ്ഥലത്തിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ മഹത്വപ്പെടുത്തുവാൻ തങ്ങൾക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ വാക്കുകളെ പ്രവൃത്തിയിൽ ചെയ്തവർക്ക് വന്നത് നിങ്ങളോട് ക്ഷമിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ നിങ്ങളെ താഴ്ത്തി കർത്താവേ കർത്താവായ പ്രാർത്ഥന എല്ലാ ദൈവത്തിന്റെ വിശ്വാസമായി തീരുവാൻ തക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു സാക്ഷി കർത്താവെയൊക്കെ കുറവായി തീരുവാൻ തക്കണം അത് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ വചന ശുശ്രൂഷകൾ സംഘടനമായ ഒക്കെ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ ദാസനെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദാസനെ നിറയ്ക്കുമാറാകണമെന്ന് ദിവ്യം പ്രാർത്ഥിക്കുന്ന കർത്താവേ അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി ദാസന് അനുഗ്രഹമായി ജീവവർണമെന്ന് വിനയം പ്രാർത്ഥിക്കുന്ന കർത്താവേ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടുള്ള കടന്നു അനുഗ്രഹമായി ഒരു വചനമായി ബലപ്പെടുത്തുവാൻ ഇടവരണമെന്ന് വിനയം പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേ തിന്മേശങ്ങളുടെ സന്നിധിയിലുള്ള കർത്താവേ അത് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് ഇനിയുള്ള പ്രാർത്ഥിക്കുന്ന കർത്താവേ എടുക്കുമ്പോൾ ദൈവത്തിന്റെ സാഹചര്യത്തിന് മറവിൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇത്രത്തോളം നിങ്ങളെ അനുഗ്രഹിക്കുന്ന സ്തോത്രം പിന്നെ നിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ പ്രാർത്ഥന ഏൽപ്പിക്കുന്നു പ്രാർത്ഥന സ്തോത്രമുള്ള അപേക്ഷിക്കുന്ന വിലയിരുന്നാമ തന്നെ രണ്ടാം സങ്കീർത്തനം വാക്യപ്രകാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 2. We read this responsibly and give glory to God. So. രണ്ടാം സങ്കീർത്തനം Psalm 2. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. അന്ന് അവൻ കോപത്തോടെ അവരോട് അന്വേഷി ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. അടുത്ത രണ്ട് വാക്യം ചേർന്ന് വായിക്കാം. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, ഹൃദയത്തോടെ കുരിശുപറ്റുകയും അവൻ കോപിച്ച് നിങ്ങൾ വഴികൾ നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കുകയും അവൻ കോപക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നതിനൊക്കെയും ഭാഗ്യവാന്മാർ. ഇന്ന് പകൽക്കാലം ഭയത്തോടെ യഹോവയെ സേവിപ്പാൻ, വിറയലോടെ ഹല്ലേലൂയ അവനെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാർ എന്ന് പറയുവാൻ നമുക്കിടയാകുന്നു. All those are blessed who take refuge in Him. Hallelujah. Serve the Lord with fear and rejoice in His presence in troubling. Hallelujah. ഇന്ന് രാവിലെ കാലം ഒരുമിച്ച് ദൈവത്തെ വീണ്ടും പാടി ആരാധിക്കാൻ പോവുകയാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വരുന്നു. The prayer will come forward and lead us in the time of
singing the English songs. Hallelujah. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി വീണ്ടും നമുക്ക് ദൈവത്തെ അല്പസമയം കൂടെ ആരാധിക്കാം. Hallelujah. സ്തോത്രം, സ്തോത്രം. Praise the Lord. Hallelujah. We're going to think of the goodness of God, Jesus Christ. He's the name above all names. He's the beautiful Savior. He's the Lord of Lords, and He is with us. Praise God. And let us not forget that He has died for the wretchedness of our sin. This is a meditative song. Let us all close our eyes and meditate upon our Lord Jesus Christ who died for us and sing this song. Praise God. Hallelujah. Jesus, name above all names, beautiful Savior, glorious Lord, Emmanuel, God is with us, blessed Redeemer, living Word. Hallelujah. Praise God. Jesus, name above all names, Hallelujah. beautiful Savior, glorious Lord, Emmanuel, God is with us, blessed Redeemer, Hallelujah. living Word. Praise you, Jesus. Praise the Lord. Hallelujah. Glory to God, Jesus. Hallelujah. പ്രകാരം ദൈവത്തെ വിളിച്ച് സ്തുതിക്കാം. Hallelujah. Praise the Lord. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. Hallelujah. സ്തോത്രം. ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ എത്രത്തോളം സഹായിച്ചല്ലോ. രണ്ടാം സങ്കീർത്തനം സ്തോത്രം ഒരു മശിഹൈക സങ്കീർത്തനമാണ്. സ്തോത്രം. Psalm 2 is a messianic psalm. Praise God. It says about our Lord Jesus Christ. It has a shadow about our Lord Jesus Christ. Even though it is said about the king, that God's anointed is being declared over here. നമുക്ക് കാണാം ദൈവത്തിന്റെ അഭിഷിക്തനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ദാവീദിന്റെ കുലത്തിൽ ജാതനായ മസീഹ സ്തോത്രം. ആ മസീഹയിലേക്കുള്ള വെളിച്ചം വീശുന്ന ചില വാക്യങ്ങൾ അതിൽ കാണുവാൻ കഴിയും. Praise God. പറയുന്നു ഹല്ലേലൂയ, യഹോവയുടെ അഭിഷിക്തനെതിരെ സ്തോത്രം. ദാവീദിനെതിരെയും വെല്ലുവിളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ അഭിഷിക്തനായ സ്തോത്രം മസീഹിക്കെതിരെയും വെല്ലുവിളിയുണ്ട്. ഇത് സമാനമായ രീതിയിൽ അതിനെ കണ്ടുകൊണ്ടാണ് ഈ സങ്കീർത്തനം പോകുന്നത്. എന്നാൽ അവിടെ പറയും 4 വാക്യത്തിൽ പറയുന്നത് സ്വർഗ്ഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. Praise God. The one who is in the heaven, he is laughing. Why? Praise God. എന്തുകൊണ്ടാണ് ദൈവം ചിരിക്കുന്നത്? സ്തോത്രം. ദൈവത്തിന് അറിയാം ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും. സ്തോത്രം. ഒരുപാട് ബഹളമുണ്ട്. സ്തോത്രം. ദാവീദിനെതിരെ വെല്ലുവിളിയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ പലവരും ശത്രു ശ്രമിച്ചു. പക്ഷേ God knows the outcome of it. Hallelujah. എന്താണ് സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിന് അറിയാം. Praise the Lord. അതുകൊണ്ടാണ് ദൈവം ചിരിക്കുന്നത്. The Almighty laughs at many things. പലപ്പോഴും മനുഷ്യൻ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞ അവസാനം പറയുന്നുണ്ട്, ഭൂമിയിലെ അധിപതിമാർ, ഭൂമിയിലെ ന്യായാധിപന്മാർ, രാജാക്കന്മാർ, authorities, hallelujah, they all shall understand one thing. Praise God. What is that? God is sovereign. Praise God. The sovereignty of God is declared, and according to the sovereignty of God only it will happen. ദൈവത്തിന്റെ പരമാധികാരത്തിൽ പെട്ട കാര്യങ്ങൾ സകലം സ്തോത്രം. ആ ദൈവത്തിന്റെ പരമാധികാരത്തിലെ കാര്യങ്ങൾ സംഭവിക്കും. ഇന്ന് പകൽക്കാലം എത്രവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. കർത്താവേ, എത്രമാത്രം കൂട്ടുകെട്ടുകൾ, എത്രമാത്രം ഹല്ലേലൂയ ആലോചനകൾ, എത്രമാത്രം എതിർപ്പുകൾ, എത്രമാത്രം വെല്ലുവിളികൾ ഒക്കെ ഉണ്ടായാലും ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അഭിഷിക്തൻ, ദൈവത്തിന്റെ അഭിഷേകത്തിന് നിറവ് നൽകുന്ന ഏതൊരു കാര്യവും ഹല്ലേലൂയ അതിന്റെ തീരുമാനം ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നത്.
കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ദാവീദിനെ പറ്റി ചിന്തിച്ചതാണ്. അതിനെക്കുറിച്ച് വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ഈ സംഗീതത്തിന്റെ പറയുന്നുണ്ട്, സ്തോത്രം, നിങ്ങൾ പുത്രനെ ചുംബിപ്പീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് തിരുശരീരം, കർത്താവ് തിരുരക്തത്തിന്റെ ഓർമ്മയ്ക്കായുള്ള ശുശ്രൂഷ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. പറയുക, നീ പുത്രനെ ചുംബിക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ട് നശിച്ചു പോകാതിരിക്കുക? പ്രിയമുള്ളവരെ, നമുക്ക് ആ ഭാഗ്യം ലഭിച്ചവരാ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ട് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുവാൻ ഇന്ന് കർത്താവിന്റെ തിരുശരീരത്തിന്റെ ഓർമ്മയ്ക്കായി അപ്പത്തെ വീഞ്ഞിനെ നാം ഭുജിക്കുമ്പോൾ, കുടിക്കുമ്പോൾ പുത്രനെ ചുംബിക്കുന്ന ദൈവരാജ്യത്തിന്റെ ഭാഗമായി നാം മാറിയ ദൈവിക സമൂഹത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി നാം മാറിയ സ്തോത്രം. എങ്ങനെയാ പുത്രനെ ചുംബിക്കുന്നത്? നിത്യനാശത്തിൽ നിന്നുള്ള വിടുതലാണ് നമുക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. വഴിവിരിച്ച് നശിക്കുക എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നിത്യതയിലേക്കുള്ള യാത്രയിൽ നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യ പദവിയ ഈ കർത്താവിനെ കൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന എന്റെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ ചുംബിപ്പാൻ, ഹല്ലേലൂയ, ഞാൻ ആ ശരീരത്തിന്റെ ഭാഗമായി മാറുവാൻ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുവാൻ എന്നെ ഇടയാക്കിയത്. ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാവരും കർത്താവിന്റെ തിരുമേശയിലേക്ക് പ്രവേശിക്കുക. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചിട്ട് പറയാം, കർത്താവേ, എനിക്ക് നാശകാരണമായി തീർന്ന ഹല്ലേലൂയ പാപത്തിന്റെ ആ കരാള ഹസ്തങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. I was supposed to be doomed to destruction because of the sinful nature I have in me. But because I could kiss the Son of God, I could kiss Jesus and be part of His body. Hallelujah. That is why I am redeemed. Now I am not for perishing, but I am for eternal life. Hallelujah. I am for eternity. Hallelujah. Praise the Lord. Hallelujah. നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്തുകൊണ്ടാണ്? പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതിരിക്കേണ്ടത്. അതേ വാക്കാണ് ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, salvation is saving ourselves from eternal damnation, hallelujah, eternal destruction, hallelujah. ആ നാശത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത കാൽവരി യാഗത്തിനായി ഇതുപോലെ നന്ദി പറയാം. എത്ര എതിർപ്പുകൾ ദൈവരാജ്യത്തിനെതിരെ വന്നാലും ദൈവ മക്കൾക്കെതിരെ വന്നാലും സ്വർഗത്തിൽ വസിക്കുന്ന പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിർണയം ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ അവരെ ജനിപ്പിച്ചിരിക്കുന്നു. ഇവന്റെ പ്രിയപുത്രൻ കർത്താവായ ജനത്തിൽ സാക്ഷീകരിച്ച് ഉയർന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, വെളുത്തു മുങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ പറഞ്ഞ വാക്ക, ഇവനെന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. പറയാൻ പറഞ്ഞത് ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് സകലജനവും കാണുകെ ഒരു അശരീരിയായ ഉയർന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്കുകളാണ്. അതുകൊണ്ട് അവരുടെ സങ്കീർത്തനം ഒരു മശീഹിക സങ്കീർത്തനമാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത, നമ്മുടെ ജീവിത വഴിയിൽ നശിച്ചു പോകാതെ നമ്മെ വീണ്ടെടുത്ത ദൈവത്തിലേക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ ദിവസത്തിൽ അടച്ചുകൊണ്ട് ഇതുപോലെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ വീണ്ടും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. No one lights a lamp and then puts it under a basket. Instead, they put it on a stand, for it gives light to the whole house. In the same way, let your good deeds shine out for all to see, so that your heavenly Father may be praised. I am the true vine, and my Father is the gardener. He cuts off every branch that bears no fruit, while the branches that do bear fruit, He prunes so that I will be more fruitful. John 15, verses 1 and 2. Praise God. 1 Samuel 3:9. Speak to me, Lord, because I am listening. Amen. Praise God. Isaiah 41, verses 10. So do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you. I will help you. I will uphold you with my righteous right hand. Matthew chapter 1, verse 21. And she will bring forth a son, and you shall call his name Jesus, for he will save his people from their sins. Jeremiah 29:11. For I know the plans I have for you, declares the Lord. Plans to prosperity, nor to harm you, plans to give hope and a future. Hallelujah. Whenever I'm afraid, I will trust in you. In God, I will praise His word. In God,
I have put my trust. I will not fear what can first do to me. Psalms 56 verses 3 and 4. Psalm 48, verse 14. For this God is our God forever and ever. You will be a God even to the end. O God, you are my God, early will I seek you, my soul thirsts for you, my flesh longs for you, in the dry and thirsty land where there is no water. So I look for you in the sanctuary, to see your glory and your power. Psalms 63 verses 1 and 2. Praise God. Psalm 139, verses 13 and 14. For you created me in my inmost being, you knit me together in my mother's womb. I praise you because I am fearfully and wonderfully made. Your works are wonderful, I know that full well. I also have a testimony to share. By God's grace, tomorrow I will turn 15 years old. God has been with me for the past 15 years of my life. He has helped me stay healthy, do good in school, and has kept me safe. And I asked the church to pray for me in this new year. Last week I was also able to take my permit test, and by God's grace I passed. And I'll be getting my permit next month. And I asked the church to pray for me so I'll become a successful and safe driver. Thank you. Psalm 65, verses 1 to 2. Praises await you, O God in Zion. To you who hears all prayers, all flesh will come. Praise God, Jesus. Psalm 66 verses 1 to 3. Shout for joy to God, all the earth. Sing the glory of his name, give to him glorious praise. Say to God, how awesome are your deeds. Through the greatness of your power, your enemies shall submit themselves before you. Praise God. May God be gracious to you, may he bless you, make his face shine upon you, so that your works may be known among the earth, O God, and that your saving power may be known among all the nations. May all the peoples praise you, O God, and all the peoples praise you. Psalm 67 verses 1 to 3. Praise God. വാഗ്ദത്തം നമ്മുടെ നിക്ഷേമമേ വാങ്ങുവാനവൻ മാറുകില്ല വാഗ്ദത്തം നമ്മുടെ നിക്ഷേമമേ വാങ്ങുവാനവൻ മാറുകില്ല വാനവും ഭൂമിയും മാറിയിടുവേ വചനങ്ങളോട് മാറ്റമില്ല വാനവും ഭൂമിയും മാറിയിടുവേ വചനങ്ങൾ പോലും മാറ്റമില്ല അവൻ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും വഴിയൊരുക്കും അവനാടികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തുന്നു വഴിയൊരുക്കും അവനാടികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തുന്നു വായുകൾ പലരും അടങ്ങിയിടും വല്ലവൻ പുതുവഴി തുറന്നിടുവേ വായുകൾ പലരും അടങ്ങിയിടും വല്ലവൻ പുതുവഴി തുറന്നിടുവേ അവൻ നല്ലയോ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും രോഗങ്ങളാൽ നീ വലയുകയോ ഭാരങ്ങളാൽ നീ തളരുകയോ രോഗങ്ങളാൽ നീ വലയുകയോ ഭാരങ്ങളാൽ നീ തളരുകയോ അടിപ്പിടരാനവൻ സൗഖ്യം തരും വചനമായ യേശുവിനെ വിടുവിച്ചിടും അടിപ്പിടരാനവൻ സൗഖ്യം തരും വചനമായ യേശുവിനെ വിടുവിച്ചിടും നിനക്കായി
not going to talk a lot. Already we have a lot of things. നമുക്ക് ഒരുപാട് എൻകറേജ്മെന്റ് ലഭിച്ചു കഴിഞ്ഞു. എങ്കിലും ഇന്ന് പകൽക്കാലം നാം ദൈവത്തിലായിരിക്കുമ്പോൾ സ്തോത്രം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കാനുള്ള ഒരു അവസരമാണ്. സ്തോത്രം. This is a chance to meditate on the word of God as we all are together here. Today let us turn our attention to നമ്മുടെ ചിന്തകളെ ദാനിയേലിന്റെ പ്രവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. Let us turn our attention to Daniel's book. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. Daniel chapter 2. Praise God. So for the കുറിവാക്യത്തിനായി ഒരു വാക്യം പ്രാരംഭത്തിൽ വായിക്കുന്നു. For a key scripture we are going to read a passage Daniel 2 verses 17 to 19. Daniel 2:17 മുതൽ 19 വരെ വായിക്കുന്നു. For the key scripture, let us read Daniel 2:17 to 19. മലയാളത്തിൽ ഇംഗ്ലീഷിലും വായിച്ചാൽ. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിന് ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്, ഇംഗ്ലീഷിൽ വായിച്ചാൽ. Then Daniel returned to his house and explained the matter to his friends, Hananiah, Mishael, and Azariah. He urged them to plead for mercy from the God of heaven concerning this mystery, so that he and his friends might not be executed with the rest of the wise men of Babylon. During the night, the mystery was revealed to Daniel in a vision. Daniel praised God of heaven and said, അനിശ്ചിതമായ ഒരു സമയത്ത് സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള വിഷയമാണ് നമുക്ക് കാരണം ചിന്തിക്കുന്നത്. Today we are going to meditate upon the scriptures which is focusing on trusting God in uncertain times. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് നെബൂഖദ്നേസർ രാജാവിന്റെ ഒരു സ്വപ്നത്തെ കുറിച്ചുള്ള ഒരു കഥയാണ്. We are meditating in the Daniel chapter 2. It is about the story of the dream of King Nebuchadnezzar. ഇത് ഒരു കഥയല്ല, സംഭവ കഥയാണ്. നെബൂഖദ്നേസർ രാജാവ് എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നതാണ്. ബാബിലോൺ മഹാരാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കണ്ട ഒരു സ്വപ്നവും, അദ്ദേഹം രാജാവിന്റെ സ്വപ്നം കണ്ടേ, നമ്മളാരെയും സ്വപ്നം കാണുന്നതല്ല, രാജാവ് കണ്ട സ്വപ്നവും പിന്നെ അതേ തുടർന്ന് ആ ദേശം മുഴുവൻ ഉണ്ടായ വലിയ ബഹളവും, എന്നാൽ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. What we are going to see is that this is not a story but a real event. Nebuchadnezzar was the emperor of the empire of Babylon, and he saw a dream and the confusion during those times and when the glory of God was revealed through that purpose. സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടാൽ എത്ര പ്രശ്നം നമ്മൾ വിചാരിക്കും. സ്വപ്നം കണ്ടെങ്കിൽ ഈ പുള്ളി സ്വപ്നം മറന്നു. We might think that what is the problem in seeing a dream, having a dream, but the problem is that he forgot what the dream was. നമ്മളതല്ലേ, ഒരു ശരാശരി വ്യക്തി ഉറങ്ങുമ്പോൾ, ഒരു ആരോഗ്യമുള്ള മനസ്സുള്ള വ്യക്തി ഉറങ്ങുമ്പോൾ എവറി 90 മിനിറ്റ്സ്, എല്ലാ 90 മിനിറ്റിലും നമ്മൾ സ്വപ്നം കാണുന്ന സൈക്കോളജിസ്റ്റ് പറയും. Psychologists say that if a healthy man sleeps, every 90 minutes we see a dream. ഭയങ്കര സ്വപ്നങ്ങളാണ് അല്ലേ? So we are seeing many dreams. എവറി 90 മിനിറ്റ്സ്, എല്ലാ 90 മിനിറ്റും സ്വപ്നം കാണാന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളൊക്കെ എത്ര സ്വപ്നം കണ്ടു കഴിഞ്ഞല്ലേ? So the frequency of dreaming is so much. So when we are sleeping, just imagine how many dreams we have seen. പിന്നെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോയാൽ നമുക്ക് ഡേ ഡ്രീമിംഗും ഉണ്ട്. So not only we have got dreams when we sleep, but we also have daydreaming. ഒരു പാസ്റ്റർ പ്രസംഗിക്കുമ്പോഴും ചില സ്വപ്നം കാണാറുണ്ട്. People daydream when pastor is preaching. അപ്പം ഈ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഇത്രയും വലിയ പ്രശ്നമാണ്. കാരണം ഈ ഒരുത്ത സ്വപ്നം കണ്ടപ്പോഴത്തേന്
ഒരു 10,000 എണ്ണത്തിന് തല പോകാൻ കാരണമാവും. The dream one person is watching, he saw the dream, and that is becoming a reason for the execution of 500 to 1,000 people. ഒരു സ്വപ്നം കണ്ടതേ ഉള്ളൂ. സ്വപ്നം പുള്ളി മറന്നുപോയി. മറന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അറിയാമോ? പുള്ളി, ഞാൻ പെട്ടെന്ന് പറയാം, അദ്ദേഹം തന്റെ ഈ രാജാക്കന്മാരൊക്കെ ആകുമ്പോൾ അവർക്ക് ഒത്തിരി ഒഫീഷ്യൽസ് ഉണ്ട്. അപ്പൊ ഒഫീഷ്യൽസിനകത്ത് ഒരു ഗ്രൂപ്പ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ സൂട്ട്സേയേഴ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷണം പറയുന്ന, കൈനോട്ടം പോലെ പ്രവചനം പറയുന്ന, പ്രൊഫസി ചെയ്യുന്ന ആളുകൾ. അതാണ് ഒരു ഗ്രൂപ്പ് അന്നത്തെ കാലത്ത്. ഇപ്പൊ നമ്മുടെ ട്രംപിന് അങ്ങനെയുള്ള ആൾക്കാരൊന്നും തോന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്കൊക്കെ ഇനിയുള്ള പരിപാടിയെല്ലാം ഉണ്ട്. ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന അല്ലെങ്കിൽ ലക്ഷണം പറയുന്ന അങ്ങനെയുള്ള ഒരു ടീമോട് അവരുടെ ശമ്പളം കൊടുത്ത് നിർത്തിക്കുക, പേരോടുള്ള ആൾക്കാരാണ്. So in those days, the kings have the soothsayers, the people who used to see the palm and they prophesy and say good things to the king, so that their payroll is running. രാജാവിന് മനസ്സിലായി ഈ സ്വപ്നം വളരെ പ്രാധാന്യമുള്ള സ്വപ്നമാണ്. പക്ഷേ പ്രാധാന്യമുള്ളത് നമ്മൾ കണ്ടപ്പോൾ അറിയാം, പക്ഷെ എന്താണെന്ന് മറന്നുപോയി. So king knows that this is a very important dream which he has seen, but he forgot what the dream was. ചുമ്മാ ആന കുത്താൻ വരുന്നതോ പട്ടി കടിക്കാൻ വരുന്നതോ അല്ലെങ്കിൽ കുഴി വീഴുന്നതോ അങ്ങനെയുള്ള ചുമ്മാ വെറുതെ സില്ലി സ്വപ്നമല്ല. ഇത് സ്ട്രാറ്റജിക്കായി ഭാവിയെ കുറിച്ച് പറഞ്ഞാൽ വലിയ വിവരമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ മനസ്സിലായി എന്തോ വളരെ സ്ട്രാറ്റജിക്കായി ഭാവിയെ കുറിച്ചുള്ള വളരെ നിർണായകമായ കാര്യങ്ങൾ ഉള്ളടക്കമുള്ള ഒരു സ്വപ്നമാണ് ഇതെന്ന് നെബൂഖദ്നേസറിന് മനസ്സിലായി. പക്ഷെ സ്വപ്നം പറഞ്ഞു. Nebuchadnezzar was a wise king, and he knew that whatever he seen was of very decisive and very important matter, but he forgot. That's why he wanted to know what the dream was. എല്ലാരും വിളിച്ചു, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മന്ത്രവാദികളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു, അത് മറന്നുപോയി, സ്വപ്നവും പറയണം, സ്വപ്നത്തിന്റെ അർത്ഥം പറയണം. So he called all the enchanters and magicians and astrologers and told them, I have seen a dream, I forgot the dream, you have to tell me the dream, and also you need to explain the dream to me. നമ്മുടെ ചില സഹോദരിമാരുടെ സ്വഭാവം പോലെ It's like our sisters behavior. അവരെന്തിനാ വിഷമിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യണം, ഗണിച്ചറിയണം, എന്നിട്ട് അതിന്റെ പരിഹാരവും വരുത്തണം. ചില ഭാര്യമാരെ ഭർത്താക്കളെ കൊടുത്ത പണിയായിരുന്നു. So it is like our sisters, where we as the brothers we have to understand what their problem is, what they are going through. They will not tell us, and we have to provide solution for their problem as well. നമുക്ക് ആ കാണാവുന്നത് കാർമേഘ പടലമാണ്. So only thing we can see is the dark. അപ്പുറത്ത് എന്താ വിഷയം നമുക്ക് അറിയുന്നില്ല. We don't know what is beyond that. നമ്മുടെ പരിപാടി എന്താണ്? പുരുഷന്മാരുടെ ഗതികേട് എന്തോ അല്ലേ? നമ്മളതിന്റെ കാരണം എന്താണ് കാരണം കണ്ടുപിടിക്കണം. കാരണം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് കണ്ടുപിടിച്ചാൽ ഒരു മാസം എടുക്കും. അത് കഴിഞ്ഞ് അതിന്റെ പരിഹാരം കണ്ടുപിടിക്കണം. ഇതുപോലാണ് ഈ നമ്മുടെ നെബൂഖദ്നേസർ പറഞ്ഞത്. So brothers will have to find the problem and to give the solution for that as well. Same thing is happening with Nebuchadnezzar's demand. പക്ഷെ എന്താ സംഭവിച്ചേ? അവര് പറഞ്ഞു, രാജാവേ, ഇത് മനുഷ്യാത്മാക്കൾക്ക് സാധ്യമുള്ള കാര്യമാണ്. So all the wise men, all the magicians came and said that no human being can perform this. ഈ വാക്യം വായിക്കാൻ സമയം ഡിസ്പ്ലേ നിങ്ങൾ വായിച്ചോ. അവിടെ പറയുന്നുണ്ട്, രാജാവേ, കാര്യം അറിയിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന് ഈ ഭൂമിയില്ല. ഇങ്ങനെ രാജാവ് പറഞ്ഞ കാര്യം സാധിക്കാൻ കഴിവുള്ള ഒരുവനുമില്ല, ദേവന്മാർക്കല്ല, അല്ലെങ്കിൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഇത് കഴിയത്തില്ലെന്ന ഇവര് പറഞ്ഞു. The Chaldeans answered to the king and said that there is no man on earth who can meet king's demand. Only the gods can do that. ഞാൻ മനസ്സിലായോ? Are you understanding this? രാജാവ് ഒരു സ്വപ്നം കണ്ടു. King saw a dream. ആ സ്വപ്നം രാജാവ് മറന്നുപോയി. King forgot the dream. ഇപ്പൊ ഇവരുടെ ജോലി എന്താണ്? ഈ സ്വപ്നം നിങ്ങൾ പറയണം, അതിന്റെ മീനിങ്ങും പറയണം. And the responsibility of this group is to find out the dream and also should be explain the meaning of the dream as well. അപ്പൊ ഈ മന്ത്രവാദികൾ പറഞ്ഞു, സൂസേഴ്സ് പറഞ്ഞു, ഇത് മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, ഇയാൾ കണ്ട സ്വപ്നം ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. And the magicians and astrologers, these people said that no man on earth can do this. അല്ലേ? എന്റെ സ്വപ്നത്തിൽ ചിലപ്പോൾ ജോസാൻ കാണും, പക്ഷെ ഞാൻ കണ്ട സ്വപ്നം എങ്ങനെ ജോസാൻ അറിയാം? So in my dream, I might be seeing Joseph, but how will Joseph know that I saw him? രാവിലെ ജോസാനും ഉണ്ടായിരുന്ന സ്വപ്നത്തിൽ ഞാൻ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വട്ടം. So if I tell Uncle Joseph to tell me the dream which I have seen, because you were also in the dream, so he would say that's a silly thing to say. ഇതേ കാര്യം പറഞ്ഞു രാജാവ് പറയാൻ പറ്റില്ല എന്ന് വട്ടാകും. അപ്പോൾ ഇവരോട് പറഞ്ഞറിയോ, ഇത് പറഞ്ഞില്ലെങ്കിൽ
അർത്ഥം പറഞ്ഞില്ലെങ്കിൽ, സ്വപ്നവും അർത്ഥവും പറഞ്ഞില്ലെങ്കിൽ ഇവന്മാരെ എല്ലാം തട്ടിയേക്കാനാവും. So the king said, if this mystery is not solved, or if you are not able to tell me the meaning, the dream as well as the meaning of the dream, all of you will be dead. രാജാവ് പറയാ, നീ എല്ലാം കൂടെ ഞാൻ തരുന്ന ശമ്പളം വാങ്ങി ഇഷ്ടം പോലെ രാജകൊട്ടാരത്തിലെ മുട്ടുതിന്ന് വെറുതെ നടക്കുവായി, ഒരു ഉപകാരമില്ല നിന്നെ കൊണ്ടൊന്നും എന്ന് പറഞ്ഞ് ഇദ്ദേഹം ചൂടാവും. So king is getting angry, saying that you are taking all the payroll, you are having all the resources of the palace, but you are not doing the work for me. രാജാവ് ഇത്ര സിമ്പിൾ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, പിന്നെ നീയൊക്കെ എന്തിനാ മന്ത്രവാദം പറഞ്ഞിരിക്കുന്നത്? So king is saying it is such a simple thing, why you cannot do that? Then how can you call yourself a magician and astrologer? ദാനിയേൽ ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ കാര്യം, ദാനിയേലും ഈ ക്യാബിനറ്റിന്റെ ഒരു ഭാഗം, ഈ ഉന്നത പദവികളിൽ ഒരു ഭാഗം ദാനിയേലിന്റെ തലവും. So Daniel also involved in this situation because he is also a member of the cabinet, and even he will be executed. ദാനിയേൽ പറഞ്ഞു, രാജാവേ സമയം വേണം. അപ്പൊ the crisis in Babylon is the human wisdom is മനുഷ്യന്റെ ബുദ്ധി ഇത്രയൊക്കെ ഉള്ളൂ, മനുഷ്യന്റെ പിടിപാട് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ദൈവം തെളിയിച്ചൊരു കാര്യമാണ്. So the crisis in Babylon gave an explanation that the human wisdom is exposed, and there is limitation to human wisdom and knowledge. ദാനിയേൽ പറഞ്ഞു, ആ വാക്യം നമ്മൾ വായിച്ചത് 17-ാം അധ്യായത്തിൽ ദാനിയേൽ ഈ പ്രശ്നം അറിഞ്ഞപ്പോൾ ദാനിയേൽ സഹോദരന്മാരെ വിളിച്ചു. So when Daniel knew about the situation, he called his brothers. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. They started praying. Praise Lord. അവർ പറഞ്ഞു, ദൈവമേ അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. Lord, we are seeking mercy, Lord. Praise Lord. ഇതിൽ പറഞ്ഞു, ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരെ കൂട്ടി സ്തോത്രം അവർ പ്രാർത്ഥിക്കണം. And the word of God says that they together they gathered and to seek the mercy from the God of heaven concerning this mystery. പ്രിയമുള്ളവരെ, You want we need to trust. നമ്മുടെ ദൈവത്തിൽ നമ്മുടെ നാളെ കുറിച്ച് ആശ്രയിച്ചേ മതിയാകും. We need to trust our God for our tomorrow. നമ്മൾ വിചാരിക്കും എല്ലാം ഭദ്രമാണല്ലേ. We might think that everything is safe. പക്ഷെ ദൈവത്തിൽ ആശ്രയം വെക്കാൻ ദൈവം ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട്. To lean on to God and to trust God, God will bring out certain അത് situations നമുക്ക് in our life. ദോഷത്തിനല്ല. We will come out in flying colors. നമ്മൾ മനോഹരമായി പൊന്നുപോലെ പുറത്തുവരും. It is not for to harm us, but we will come out with flying colors. നമുക്ക് ആഗ്രഹമുണ്ട് ഒരു 5 വർഷത്തേക്കുള്ള മുഴുവൻ സംഭവം ദൈവം എന്നെ അറിയിച്ചായിരുന്നെങ്കിൽ അല്ലേ. We might be thinking that if God could tell me what's going to happen for the next 5 years. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, 5 വർഷത്തെ അല്ല, ഒരാഴ്ചത്തെ കാര്യം പറയാൻ നിങ്ങൾക്ക് ഇതുപോലെ ഓർമ്മ വരും. So it's not about the 5 years. If God tells you for 7 days, you will not be able to sleep. അല്ലേ? 7 ദിവസം. 7 days. ഒന്നാമത്തെ ദിവസം ബിരിയാണി. First day is going to be biryani. Second day birthday party. But second day. പിന്നെ ചെറിയ പ്രശ്നം 3-ാം ദിവസം. Then third day small. 4-ാം ദിവസം പിന്നെ അനുഗ്രഹം. Then fourth day lot of blessing. എല്ലാം പണ്ട് 7-ാമത്തെ ദിവസം വലിയ പ്രശ്നമാണ്. 7th day there will be lot of problems. ലിസ്റ്റ് നമ്മുടെ ഇരിക്കാൻ വെച്ചു. We have this list with 5 വർഷം പണ്ട് 7 ദിവസം forget the 5 years. Just 7-ാമത്തെ ദിവസം ഓർത്ത് നമ്മുടെ 6 ദിവസത്തെ ഉറക്കം പോകും. So for thinking about the 7th day, our 6 days sleep will be gone. ആവർത്തന പുസ്തകത്തിന്റെ വാക്യമുണ്ട്. There is a verse in ലാസ്റ്റ് പാട്ടിലാണ്. ഞാൻ ആദ്യം പറയല്ല, ചിലപ്പോൾ അവസാനം വരുമ്പോൾ പറയാം. വളരെ ഇമ്പോർട്ടന്റ് ഒരു വാക്യമാണ്. ആവർത്തനം 29-28 മലയാളത്തിൽ, ഇംഗ്ലീഷിൽ 29. അവിടെ പറഞ്ഞിരിക്കുന്നു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ്. The word of God says in Deuteronomy 29:29, the secret things belong to the Lord our God, but the things that revealed belong to us. വെളിപ്പെടുന്നവയൊക്കെയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാണ്. But the things that are revealed belongs to us and to our children forever, that we may do all the word of this law. നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒത്തിരി ശ്രദ്ധ. നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ ഉത്കണ്ഠ. അല്ലെങ്കിൽ we are worried about that. We are worried about the problems of the things which we are not aware of. അല്ലേ? കർത്താവേ, എന്റെ പിള്ളേർ ഭാവിയിൽ എന്തായി തീരും ഇപ്പോഴേ പറഞ്ഞാൽ അതനുസരിച്ച് ഇപ്പൊ ഗുണപ്പെടുത്തില്ല, പിന്നെ അതനുസരിച്ച് വളർത്താൻ പോലെ. Dear God, what my children will become in future, that is our worry. അപ്പൊ അങ്ങനെ പറയും. ദൈവം പറയുന്നോ, എടാ ഇപ്പൊ അറിഞ്ഞതനുസരിച്ച് നീ അങ്ങ് ജീവിക്കും. So God is telling us the knowledge which you have got today, you live today. ഇതുവരെ അറിഞ്ഞതനുസരിച്ചല്ല ജീവിക്കുന്നേ. We are not living as per the knowledge which you have got today. പിന്നെയും നമ്മൾ പറയുന്നത് അറിയാൻ ചിലർക്ക് എത്ര അറിഞ്ഞാലും മതി വരത്തില്ല. എന്റെ കാര്യം തന്നെ
നോക്കാൻ എനിക്ക് സമയമില്ല. പിന്നാണ് ഞാൻ ഈ ജെറുസലേമിന്റെ കാര്യം കൂടെ അന്വേഷിച്ചത്. So many people don't even have time to worry about themselves. They are also worried about other people as well. ഒരു കാര്യമുണ്ട്, നമുക്ക് അറിയേണ്ട കാര്യമെല്ലാം ദൈവം നമ്മെ അറിയിക്കും. God will let us know all the things which we need to know. നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. And as per the things we know, we should be able to lead our life. ഇവിടെ സംഭവിച്ചത് ദാനിയേൽ ഈ കാര്യം അറിഞ്ഞേ കഴിയൂ, കാരണം അല്ലെങ്കിൽ അവന്റെ തല പോകും. So Daniel should be able to know the dream and this explanation, otherwise he will also be executed. അപ്പോൾ ഈ ഒരു അനിശ്ചിതത്വം, അൺസർട്ടനിറ്റിയുടെ സമയത്ത് ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചു. So during this time of uncertainty, Daniel looked unto God. ദൈവത്തോട് പറഞ്ഞു, ദൈവം അവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 19-ാം വാക്യം, verse 19, it clearly says that God, the mystery was revealed to Daniel in a vision that night. The word of God says, then the mystery was revealed to Daniel in a vision of the night. Praise the Lord. Praise be to God. ദാനിയേലിന് സ്വപ്നവും വെളിപ്പെട്ടു. എന്ത് വെളിപ്പെട്ടു? സ്വപ്നത്തിന്റെ പൊരുളും വെളിപ്പെട്ടു. Daniel got the dream. Daniel understood the dream and also its explanation. പ്രിയമുള്ളവരെ, ആ സ്വപ്നവും സ്വപ്നത്തിന്റെ മർമ്മവും വെളിപ്പെട്ടപ്പോൾ ദാനിയേൽ ദൈവത്തിന് മഹത്വം കൊടുത്തു. When Daniel came to know about the dream and the mystery of the dream, he gave glory to God. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, നാം അറിയേണ്ട ഒരു കാര്യമാണെങ്കിൽ, നമ്മുടെ ആവശ്യമാണെങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തന്നിരിക്കും. If there is certain thing which we should know, when we spend time in God's presence, and God will be able to reveal it to us. And also നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. Our God is a God who reveals the secrets. Praise the Lord. ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. Our God is a God who reveals secrets. Praise the Lord. ദാനിയേൽ 2-ന്റെ 10 മുതൽ 11 വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ പറയുന്നത്, ദൈവത്താൽ ആ മാത്രമേ കഴിയൂ, മനുഷ്യനെ നടക്കട്ടെന്ന് പറഞ്ഞത്. 27-ഉം 28-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, രാജാവ് ഈ സ്വപ്നം കണ്ടു, സ്വപ്നത്തെ കുറിച്ച് മനസ്സിലായി. എന്താ സ്വപ്നം എന്ന് അറിഞ്ഞു, അർത്ഥവും അറിഞ്ഞത് രാജാവിന് മുൻപിൽ ദാനിയേൽ വന്നു. And Daniel came in front of the king, and king was able to understand what the dream was and the mystery of the dream. രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും, ഇതെല്ലാം വിവിധ ടൈറ്റിൽസ് ആണ്, ഇവരെല്ലാം ഒന്നല്ല, ഡിഫറെന്റ് ടൈറ്റിൽസ്. മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിവുള്ളതല്ല, എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗ്ഗത്തിലുണ്ട്. The word of God says in Daniel 2:27 says, Daniel answered the king and said, no wise men, enchanters and magicians or astrologers can show to the king the mystery that the king has asked, but there is a God in heaven who reveals the mystery, and he has made known to King Nebuchadnezzar that what will be in the later days. ഇത് പറയാ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. The history of that world, that time world, ആ സമയത്തെ ലോകത്തെ കുറിച്ചുള്ള ഭാവി കാര്യമാണ് ദൈവം നെബൂഖദ്നേസർ രാജാവിന്റെ സ്വപ്നത്തിൽ വിവരിച്ചു നൽകിയത്. God revealed unto Nebuchadnezzar what is going to happen in future, the future of that empire in those days. നെബൂഖദ്നേസർ രാജാവിന്റെ സ്വപ്നവും ദാനിയേലിന് നമ്മളെന്തിനാ പറയുന്നത്? പ്രിയമുള്ളവർ, നമ്മളെന്തിനാ ഇപ്പോ ഈ പ്രസംഗം കേൾക്കുന്നത്? പ്രിയമുള്ളവർ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് അറിയേണ്ടതാണ്, നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ നാം ഇരുന്നാൽ രഹസ്യങ്ങളെ വെളിവാക്കുന്ന ദൈവം നിന്റെ വിടുതലിനു വേണ്ടി അത് നിനക്ക് അറിയിച്ചു. For us to know what is going to happen in future, if it is needed for us to know, we spend time in the presence of God. Our God will be revealing us His plans for us. We don't know about almost all many things about our future. നമുക്ക് നമ്മുടെ ഭാവി കാര്യത്തിലെ പല കാര്യങ്ങളെയും അറിയത്തില്ല. We ourselves don't know what is going about the future details of our life. എന്നാൽ നമ്മുടെ ദൈവത്തിന് അറിയാം സകലതും. Our God knows everything. അപ്പോൾ നമ്മുടെ അറിയാത്ത ഭാവിയെ അറിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വസിപ്പാൻ നാം തയ്യാറാണ്. We should be ready to submit the future which we don't know into the hands of the Lord who knows our future. ദാനിയേലിന് മനസ്സിലായി, ഒരുപക്ഷെ രാജാവിന്റെ കൽപ്പന എന്റെ ജീവനെ ആപത്തുള്ളതാ, പക്ഷേ എന്റെ ജീവൻ ദൈവത്തിന്റെ കയ്യിലാ, അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുകയാണ്. So Daniel understood that even though if I could not tell the mystery of the dream, I might lose my life, but my life is in the hands of my God. Let me go to Him. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്വപ്നത്തിന്റെ പ്രശ്നമായി നമ്മുടെ ജീവിതത്തിൽ
പക്ഷെ നമ്മുടെ മറ്റു പലതും വരാം. നമ്മുടെ വീട്ടിൽ ഡോക്ടർമാരുടെ റിപ്പോർട്ടാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്താകാം, കുഞ്ഞുങ്ങളുടെ വിഷയത്തിലാകാം, രോഗമാകാം, എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് നമ്മുടെ ഭാവിയെ അനിശ്ചിതത്തിലാക്കുന്ന വെല്ലുവിളികൾ എപ്പോ വേണമെങ്കിലും വരാം. In our life, we can face challenges or the situation which can make our life uncertain in our life anytime, any moment in our life. അല്ലേ? ഇപ്പൊ നമ്മുടെ സാധ്യതയില്ലയോ, ഒരു പ്രശ്നമില്ലാതെ ജീവിതം പോവായിരുന്നു, പെട്ടെന്ന് ലൈഫ് അൺസർട്ടൺ. We heard the testimony today. Suddenly, his life was going well. Suddenly, there were uncertain times. അൺസർട്ടൺ വന്നപ്പോൾ നമ്മുടെ വഴി മുട്ടി. Then our ways have been stopped. ഇനി മുന്നോട്ടുള്ള 5 വർഷത്തേക്ക് പ്ലാൻ ചെയ്തിരുന്ന ദാനിയേല്, പക്ഷേ ദാനിയേലിന്റെ പറയാ അടുത്ത മാസം തല പോകും. So Daniel planned for next 5 years, but he's come to know that he's going to be executed in the next day. പക്ഷേ ദാനിയേല് മനസ്സിലായി, എന്റെ അടുത്ത നിമിഷവും എന്റെ ഭാവി മുഴുവൻ അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുക, എന്റെ വിഷയത്തെ സമർപ്പിക്കുക. Daniel understood for the next moment, the person who knows that my next moment and my entire life, and that God, I'm going to submit my problems under His hands. അപ്പൊ എന്ത് ചെയ്തു? What did he do? ദൈവം അതിന്മേൽ നിയന്ത്രണം ഏറ്റെടുത്തു. God took the control of that situation. Many times പലപ്പോഴും നമുക്ക് ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കാത്ത ഒരൊറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തിന്റെ കൈ കെട്ടപ്പെട്ടോ ദൈവത്തിന്റെ കഴിവില്ലാത്തതോ അല്ല, നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മുടെ പ്രശ്നവുമായി ചെല്ലുന്നില്ല എന്നുള്ളതാണ്. So many times the problem is that we do not take our situations into the hands of God. നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മൾ പോകും. We go to everyone else other than God. അവസാനം എല്ലാ ഗുരുവും മുറി കഴിയുമ്പോൾ ലാസ്റ്റ് ദൈവത്തിന്റെ അടുത്തേക്ക്. Then when all the doors are closed, we come to the God at the last time. പിന്നെ ദൈവത്തിന് അത് മാത്രം പരിഹരിച്ചാൽ പോരാ, നമ്മൾ ഉണ്ടാക്കിയ കുരുക്കെല്ലാം ഒഴിക്കണം. So God doesn't have only to solve the problem which was there, but also the problems while we were going out to meet our people. ലാസർ മരിച്ച് കല്ലറക്കകത്ത് അല്ലേ? പക്ഷേ ലാസർ മരിച്ച് കല്ലറക്കകത്തായി കഴിഞ്ഞ് ലാസറെ പുറത്തു വരുമെന്ന് പറഞ്ഞു. മരിച്ചവനായിട്ടല്ല, മരിച്ച ലെവലല്ല, മരിച്ചവരെ ചുറ്റി കെട്ടി മുറുക്കി. So you know the situation of Lazarus. He was dead. He was not only dead, people have tied his body totally. ഇതുപോലെ നമ്മൾ ചെയ്തേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, There is a problem. ആ പ്രശ്നം നമ്മൾ കെട്ടിയൊക്കെ മുറുക്കി. We are just tightening up the problem. അവിടെ പോയി ഇവിടെ പോയി അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു, അവിടെ പോയി ആ സൈക്കോളജിസ്റ്റ്, ആ കൗൺസിലർ, ആ ഡോക്ടർ, ഈ ഡോക്ടർ, മറ്റേത് മറിച്ച് ഫ്രണ്ട്സ് എല്ലായിടത്തും പോയി ദാടപ്പാടെ കുരുങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ലാസറെ പുറത്തു വരിക. So we go to different places, we go to the council, we go to different friends of ours. Then finally God says that Lazarus come out. ലാസർ എങ്ങനെ വന്നേ? How did Lazarus came out? ലാസർ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് എല്ലാം ചുറ്റി ഒന്ന് ലാസർ ആണെന്ന് പറയുന്നില്ല, വെളി വന്ന് ഇങ്ങനെ നേരെ കർത്താവ് പറഞ്ഞതുവാ അഴിക്കണം. He was wrapped around with the clothes, and Jesus said, remove that clothes. യേശുവിന് ആ അതുകൂടെ അഴിച്ച് വെളി കൊണ്ടുവന്നാ പോലെ. So Jesus could have brought him after clearing off all this. ശീല ചുറ്റി ഇങ്ങനെ വെച്ചേക്കുവാ. ദൈവം പറഞ്ഞു നിങ്ങളെ ചുറ്റി നിങ്ങൾ തന്നെ അടിക്കും. So the problem which you have created, you have to release that as well. ജീവൻ നൽകുവാൻ ദൈവത്തിന് കഴിയും. God can give life. നിന്റെ ഏത് വലിയ പ്രശ്നത്തിനും പരിഹാരം ദൈവത്തിന് കഴിയും. God can give solution to any problem. പക്ഷെ നീ ചുറ്റും നീ തന്നെ അടിക്കണം. But the problem you yourself have caused, you have to find solution for പിന്നെ അവസാനം ഈ yourself. കഥ പറഞ്ഞു നിർത്തുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. When I'm coming to the conclusion, അവിടെ പറയുകയാണ് സ്തോത്രം. നമുക്കറിയാം നെബൂഖദ്നേസർ രാജാവിന്റെ റെസ്പോൺസ് ഈ സ്വപ്നത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അതെല്ലാം that is a different topic. സ്വപ്നവും സ്വപ്നത്തിന്റെ പൊരുളും എല്ലാം നമുക്കറിയാം, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ. പക്ഷേ ഇതിനകത്തെ ഔട്ട്കം ആണ് ഞാൻ പറയുന്നത്. I'm coming to the outcome of the story. നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. King Nebuchadnezzar fell upon his face and paid homage to Daniel. Praise the Lord. പക്ഷേ ദാനിയേൽ പറഞ്ഞു, രാജാവേ എന്റെ മുമ്പിൽ വണങ്ങണ്ട, സ്വർഗ്ഗത്തിലെ ദൈവം ആ കാര്യം സാധിച്ചു. Daniel said unto the king, do not lay in front of me, but the God has provided solution for you. പ്രിയമുള്ളവരെ, ദൈവം ഒരു അത്ഭുതം നമുക്ക് ചെയ്താൽ മഹത്വം ദൈവത്തിനുമാണ്. When God does a miracle in our life, the glory belongs to God. Praise the Lord. രാജാവ് ദാനിയേലിനെ മഹാനാക്കി വലിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തു, അതെല്ലാം വായിക്കുന്നുണ്ട്. പക്ഷെ മഹത്വം ദൈവത്തിന് പോയി എന്ന് ദാനിയേൽ ഉറപ്പിച്ചു. Then the king gave Daniel a lot of gifts and positions, but Daniel made sure that the glory goes to God. Praise the Lord. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വന്നിരിക്കും. Dear ones, in our life there might be challenges and problems in our life. നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകണം. We should go unto God. ദൈവം നമ്മെ വിടുവിക്കും. God will deliver us.
വിടുവിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും പുറകോട്ട് പോകാതെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. When we are delivered, instead of going backwards, we should be able to give glory unto God. ദാനിയേലിന് മനസ്സിലായി ഇത് വന്നത് ഈ സ്വപ്നം കണ്ടതും അത് മറന്നതും ഈ പ്രശ്നങ്ങൾ ഉണ്ടായതും ഈ കോലാഹലം ഉണ്ടായതും എല്ലാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ്. Daniel understood that this dream which the king Nebuchadnezzar saw and he forgot it, and the mystery and all the story around it is for the glory of God. ദൈവത്തെ അറിയാത്ത ഈ നെബൂഖദ്നേസർ പറഞ്ഞു കേൾക്കണോ? പ്രൈസ് ദി ലോർഡ്. രാജാവ് പറഞ്ഞെന്താണെന്നറിയോ? ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം 47 നിങ്ങളുടെ ദൈവം ദൈവാദിദൈവവും രാജാതിരാജാവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. And the king, who was an unbeliever, he didn't know God, he said unto Daniel, saying that truly your God is God of gods and Lord of kings and a revealer of mysteries, for you have been able to reveal this mystery. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു. God, dear ones, God might have done a great favor unto you. അവിടെ മറ്റാരുടെയും പേര് വന്നില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ നാമം ഉയരണം. When if no one else's name comes for that favor, your God, our God's name should be glorified there. നമുക്ക് നന്ദിയുള്ള നമ്മളെ സഹായിച്ചവർ, നമുക്ക് പ്രാർത്ഥിച്ചവര്, ഹ്യൂമൻലി സ്പീക്കിംഗ് നമ്മുടെ കൂടെ നിന്നവർ, അവരെ നമ്മൾ മറക്കാമെന്നല്ല പറഞ്ഞേ. പക്ഷെ മഹത്വം ദൈവത്തിനെ പോകാം. I'm not telling you to forget the people who helped you and in the situations, but the glory belongs to God. പ്രേമപ്പോൾ അദ്ദേഹം നല്ലൊരു ജസ്റ്റിമാണ് കാണിക്കുന്നത്. ദിവസവും പ്രാർത്ഥിച്ചു, നമ്മളെ സ്നേഹിക്കുന്നു. പക്ഷേ മഹത്വം നിങ്ങൾക്ക് കാരണം തരുന്നത് മഹത്വം ദൈവത്തിനെ പോകാം. Brother Prem, he should be able to give glory unto God. He can give thanks to us, but the glory belongs to God. Yeah, that's a very beautiful gesture that you are showing to us. Yeah. By honoring God's people. ദൈവത്തിന്റെ മക്കളെ മാനിക്കുന്നത് എപ്പോഴും നല്ലൊരു ജസ്റ്റാണ്. പക്ഷേ അതൊക്കെ നടന്നു. പക്ഷേ ദൈവത്തിന് മഹത്വം മുഴുവൻ. It's a good gesture to honoring the children of God, but the glory belongs to God Himself. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ നിർത്തട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം, ആ നാമമാണ് നമ്മെ വീണ്ടെടുത്തത്. The name of Jesus Christ has delivered us. നമ്മുടെ കർത്താവാണ് നമ്മുടെ പാറ. Our Lord is our rock. നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. He's our Savior. Praise the Lord. Hallelujah. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു നന്മയ്ക്കും ആദ്യം മഹത്വം എന്റെ ദൈവത്തിന് പോകണം. For all the blessings we are receiving in our life, the glory must belong to God. ദാനിയേൽ ഒരുപാട് പേരെ ജീവൻ രക്ഷിച്ചു. Daniel helped many people from the execution. ദാനിയേൽ അവിടെ വലിയ ഹീറോ ആയി. He became a hero there. പക്ഷേ ദാനിയേൽ ഒരു കാര്യം മറന്നില്ല. ദാനിയേൽ പറഞ്ഞു, ഞാൻ ഒന്നുമല്ല, I am just an instrument, ഞാൻ ഉപകരണം മാത്രമാണ്, ഇത് വെളിപ്പെടുത്തിയ ദൈവമാണ്. അതുകൊണ്ട് പറഞ്ഞു ആ രാജാവ്, വലിയ മനുഷ്യൻ, അവർ വലിയ ചക്രവർത്തി, അദ്ദേഹം ഈ ദൈവത്തെ വാഴ്ത്തുവാനിടയായി. So that Daniel said, I am just an instrument, but as the name of the God was glorified, King Nebuchadnezzar was able to glorify God. ഈ കാലത്ത് നാം കാണുന്നത് മനുഷ്യന് ആവശ്യമില്ല, നമുക്ക് അർഹതയില്ലാത്ത മഹത്വം പോലും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. Today we see that we as human beings want to get the glory which we don't even deserve. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിൽ പറഞ്ഞ കർത്താവേ, എന്നെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു, അതിന് ഞാൻ നന്ദി പറയുന്നു. മഹത്വം മുഴുവൻ നിനക്കാണ്. Let us pray and say that God, you use me as an instrument, but the glory is for you. നമ്മുടെ കണ്ണിൽ ഒരു നിമിഷം ദിവസത്തിൽ അടയ്ക്കാം. Let us close our eyes. ഒരു നിമിഷം കണ്ണിൽ ദിവസത്തിൽ അടയ്ക്കാം. Let us close our eyes. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. കർത്താവേ, നിനക്ക് മഹത്വം പോകാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ട് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ക്ഷമിച്ച് മുഴുവൻ മഹത്വം നിനക്ക് പോകുവാൻ എന്നെ സഹായിക്കുന്നു. Dear God, if there is anything in my life where I'm not giving glory to you, Lord, take that away and let that glory belong to you. എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, നന്മകൾ, ആരോഗ്യം, നല്ല ഭാവി, തലമുറ, കുടുംബജീവിതം, സമ്പത്ത്, എല്ലാത്തിലും അവിടുത്തെ നാമം മഹിമപ്പെടുവാനിടയാകുന്നു പ്രാർത്ഥിച്ചാണ്. Let us pray that God, whatever is within me, whether it is my coming generation or the wealth or the health, all the glory should be for you. അസാധാരണമായ ഒരു അത്ഭുത പ്രവൃത്തിയെ ദാനിയേലിലൂടെ ദൈവം ചെയ്തത്. God has done a wonderful miracle through Daniel. പക്ഷേ മഹത്വം മുഴുവൻ ദൈവത്തിനുണ്ട്. But Daniel gave all the glory to God. ദാനിയേൽ മഹത്വം കൊടുക്കുക മാത്രമല്ല, മറ്റുള്ളവരിലൂടെയും ദൈവം മഹത്വപ്പെടുകയാണ്. Not only Daniel gave the honor to him, honor to God, but through others also God received the glory. രാജാവ് പറഞ്ഞു, നിന്റെ ദൈവമാണ് ദൈവം. Even King said, your God is a true God. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
That is what God desires from us. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ When God blesses us, അനുഗ്രഹം മഹത്വമായി മറ്റുള്ളവരിലേക്ക് എത്തുവാനിടയായി തീരട്ടെ. so that blessing should become the glory of God and should reach others. ആ മഹത്വം മറ്റുള്ളവരുടെ ദൈവ മഹത്വം മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ പുറത്തു വരാനിടയായി തീരട്ടെ. The glory of God should be able to come out of others' life and it should be for Him Himself. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മൾ കേൾപ്പിച്ച ആലോചനയ്ക്കുണ്ടാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. Just submit ourselves before God as we are going to pray. Hallelujah. Let us thank God for the word of God. Just thank God by saying, "Oh God, thank you for talking to me. Thank you for teaching me something new this morning." Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിക്കും. നമുക്ക് ലഭിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് വേണ്ടി പ്രിയ കുടുംബം ഹല്ലേലൂയ കരുതലിനായി സ്തോത്രം ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം ആശീർവാദത്തോടെ മടങ്ങി പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തോത്രം 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 കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ ആഴ്ചയുടെ ദിവസത്തിലായിരിക്കാൻ കർത്താവ് കൃപയോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വന്ന സന്ദർഭം ദൈവത്തിന് മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. എല്ലാ കൃപയ്ക്കായി നന്ദിയോട് അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, അത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയല്ലോ. കർത്താവിന്റെ ദാസനായി ബലപ്പെടുത്തിക്കൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് കർത്താവേ തിരുമേനിയുണ്ടായിരുന്നു ഭക്ഷിച്ച് ദൈവത്തിന് ബലപ്പെടുവാൻ ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനപ്പാടുവാക്യങ്ങളെ ദൈവത്തിന് അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ. അവിടുത്തെ കാഴ്ചയോട് തന്നെ കാഴ്ചയോടായി ദൈവത്തിന്റെ ഹിതം ചെയ്ത് ജീവിപ്പാൻ അവിടുത്തെ ആകർഷണ വലയത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്കായി വീക്ഷിച്ച എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നതാവേ, ദൈവം ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവിനെ സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രേമനെ കുടുംബത്തെയും പ്രത്യേക ദൈവത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവം അവർക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകൾക്കായും സ്തോത്രം. പിന്നെയും അങ്ങയോട് ചേർന്ന് തിരികെ പ്രകാരം ജീവിപ്പാൻ ആവശ്യമായ കൃപ കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉള്ള ബലം കൊടുത്ത് ദൈവത്തെ പരിപാലിച്ചുകൊള്ള കുടുംബമായി ദൈവത്തെ അനുഗ്രഹിക്കണമേ. കർത്താവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന അനുസരിച്ച് തിരുസന്നിധിയിലായിരിക്കാൻ ദൈവത്തെ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന് ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. നിങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സകല മാനവും മഹത്വവും ദൈവത്തിന് കരയേറ്റുവാൻ ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നവർക്ക് അവിടുത്തെ ഹിതപ്രകാരമായി തീരുവാൻ ദാനിയേൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പോലെ ഞങ്ങൾക്കുള്ളതും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മരുഭൂമിയാത്രയിൽ ഞങ്ങളെ നിമിഷം തോറും നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെയുള്ള എല്ലാവിധ വിഷയങ്ങളും ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഒരാഴ്ച കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ഞങ്ങളെവിടെയായിരുന്നാലും ഞങ്ങളെ സൂക്ഷിച്ചുകൊള്ളണം. കർത്താവെ, ഈ രാജ്യം ദൈവത്തിന് നന്ദി കരയേറ്റുന്ന ഒരാഴ്ചയാണ്. അടിയങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് അനുസരിച്ച് ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, നീ ഒഴികെ ഞങ്ങൾക്കൊരു നന്മയില്ല. അതുകൊണ്ട് അവിടുത്തെ സന്നിധി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ ഇത്രത്തോളം നടത്തിയ ദൈവങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്ര. യാത്രയായിരിക്കുന്നവരെ ദൈവം പ്രത്യേക സൂക്ഷിച്ചോളണം. കർത്താവേ, ഞങ്ങളെ സഭയായി വ്യക്തിപരമായി കുടുംബമായി ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിപാലിച്ചാട്ട് കൃപയിൽ സൂക്ഷിച്ചാട്ട് എല്ലാ നിലനിലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താൻ അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സൂടയ മഹോന്നത പരനെ
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശീർവദിച്ചവരെടുത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസം കൂട്ടായ്മയ്ക്കാവിലും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥന വിഷയങ്ങളോട് ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകം പറഞ്ഞ സർവവിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന്റെ നാമത്തിലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം പകൽക്കാലം ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ.